ഹലോ ഓൾ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്യുവർ കൾച്ചർ ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ കൾച്ചർ മെത്തേഡ്സിനെ പറ്റിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ കഴിഞ്ഞു. ഈ കൾച്ചർ മെത്തേഡ്സ് വരുന്ന ഏതിലാണെന്നറിയോ? സെക്കൻഡ് ചാപ്റ്ററിലാണ്. സെക്കൻഡ് ചാപ്റ്ററിലെ ബാക്കി എല്ലാം നിങ്ങൾ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഫുള്ളും കംപ്ലീറ്റഡ് ആണ്. ഈ ഒരു ക്ലാസ്സോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് ചാപ്റ്റർ കിട്ടി. ഫസ്റ്റ് ചാപ്റ്റർ കിട്ടി. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എല്ലാം കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും ഇതോടെ കഴിഞ്ഞ് എല്ലാം കിട്ടും. ആൻഡ് ഓൾറെഡി ഞാൻ ഇൻഫെക്ഷൻ കൺട്രോൾ എന്താ പറയുന്നത്, ഒരു ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനെ പറ്റി പറഞ്ഞു. പിന്നെ മേജർ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനെ പറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ കൾച്ചർ മെത്തേഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കൾച്ചർ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്: സ്ട്രീ കൾച്ചർ, ലോൺ കൾച്ചർ, സ്ട്രോ കൾച്ചർ, പോർ പ്ലേറ്റ് കൾച്ചർ, ലിക്വിഡ് കൾച്ചർ, പിന്നെ anaerobic culture methods and method of isolating pure കെമിക്കൽ കൾച്ചേഴ്സ്. അപ്പോൾ നമുക്കറിയാം കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഞാൻ ആ കൾച്ചേഴ്സ് എന്താണെന്ന് പിന്നെ പറയുന്നതൊക്കെ ബോറടിക്കില്ലേ? അതായത് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ബ്ലഡ് നമ്മൾ എടുക്കും. ബ്ലഡ് എടുത്തിട്ട് നമ്മൾ കൾച്ചർ ചെയ്യാൻ കൊടുക്കും. അപ്പോൾ ഇന്ന ഒരു ബാക്ടീരിയയുടെയോ വൈറസിൻ്റെയോ ഫംഗയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇന്നൊരു എന്താണ് ഡിസീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിലേതൊക്കെയാണ്? സ്ട്രീക്ക്, ലോൺ, സ്ട്രോക്ക്, പോർപ്ലേറ്റ്, ലിക്വിഡ് കൾച്ചർ. ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു കൾച്ചർ മെത്തേഡ്സ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അനേറോബിക് കൾച്ചർ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. അതായത് ഓക്സിജൻ ഇല്ലാതെ എങ്ങനെ നമുക്ക്, അതായത് ആ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയയിൽ എന്താണ് കൾച്ചർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ മെത്തേഡ് ഓഫ് ഐസൊലേറ്റിംഗ് പ്യുവർ കൾച്ചർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം in the clinical laboratory bacteria culture are indicated to isolated bacterial pure clinical specimen and their identification by various tests. അതായത് നമ്മൾ എന്തിനാണ് ഈ ഒരു കൾച്ചർ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത്, നമ്മളൊരു ബാക്ടീരിയനെ പ്യുവറായിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയനെ പ്യുവറായിട്ട് വേണം ഒരു കൾച്ചറിൽ നിന്ന്. അത് നമുക്ക് ഈ ഒരു കൾച്ചർ മെത്തേഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിറ്റർമൈൻ ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി. നമ്മളൊരു അസുഖം നമുക്ക് വന്നു, ഏതൊക്കെ ആൻറ്റിബയോട്ടിക് ആണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ ഒരു കൾച്ചർ മെത്തേഡ്സിലൂടെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്താണ്? പ്രിപ്പയർ ആൻറ്റിജൻസ് ഫോർ സെറോ ഡയഗ്നോസിസ് ഓഫ് ഇൻഫെക്റ്റീവ് ഡിസീസ്. അതായത് ആൻറ്റിജൻസിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതായത് അടുത്ത പോയിന്റ് ഈ പോയിന്റ് നമ്മൾ കണക്റ്റഡ് ആണ്. മെയിൻറ്റെയിൻ സ്റ്റോക്ക് കൾച്ചർ. അതായത് നമുക്കറിയാം, നമ്മൾ COVID-19 വാക്സിൻ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെ ടൈപ്പ് വാക്സിൻ എടുത്താലും അവിടെ എന്താണ്, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് കുറച്ച് കൂടുതൽ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ ഓൾറെഡി പറഞ്ഞ ഹോസ്റ്റലാണ് അല്ലേ. അപ്പോൾ അതായത് നമ്മൾ COVID-19 അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വാക്സിൻസ് അല്ലെങ്കിൽ നമ്മളൊരു വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ ആൻറ്റിബോഡി അല്ലെങ്കിൽ ആൻറ്റിജൻ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ഇത് കുറേ നമുക്ക് വേണ്ടേ, ഇത്രയും ആൾക്കാർക്ക് എടുക്കുന്നത് അത് കുറേ വേണ്ടേ, അതിനു വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യും. ഇനി അടുത്തത് ടു എസ്റ്റിമേറ്റ് വയബിൾ കൗണ്ട്സ്. അതായത് നമ്മൾ ഓൾറെഡി മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ വയബിൾ കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള ബാക്ടീരിയയുടെ എണ്ണം. ഇനി വയബിൾ അല്ലാത്ത കൗണ്ട് എന്താണ്? ജീവനില്ലാത്ത ബാക്ടീരിയയുടെ അർത്ഥം. അപ്പോൾ എത്രമാത്രം ഒരു പ്യുവർ കൾച്ചറിൽ എത്രമാത്രം ജീവനുള്ള ബാക്ടീരിയാസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ടു പെർഫോം ബയോകെമിക്കൽ ടെസ്റ്റ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. നേരത്തെ പറഞ്ഞ പോലെ ഏത് ബാക്ടീരിയ എന്നറിയാൻ വേണ്ടി ടു പെർഫോം ആൻറ്റി മൈക്രോബിയൽ സസെപ്റ്റബിൾസ് ടെസ്റ്റിംഗ് ഓഫ് ഐസൊലേറ്റഡ് ബാക്ടീരിയ. അതായത് ഏത് മരുന്ന് യൂസ് ചെയ്താലാണ് ഈ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ നശിച്ചു പോവോ, ആ ഒരു മരുന്ന് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പഠിച്ചതെന്ന് പറയുന്നത് കൾച്ചർ മെത്തേഡ്സിൻ്റെ യൂസസ് ആണ്. ബാക്ടീരിയ ഐസൊലേറ്റ് ചെയ്യാൻ, ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി, വാക്സിൻസ്, ഇതിൽ ആൻറ്റിജനും ആൻറ്റിബോഡി നിറയെ ഉണ്ടാക്കാൻ വേണ്ടി അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് സ്ട്രീ കൾച്ചറാണ്. എന്താണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്? സ്ട്രീ കൾച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇത് സർഫസ് പ്ലേറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മൊത്തം ലൂപ്സ് ആൻഡ് സ്ട്രെയിറ്റ് വയേഴ്സ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ്? ലൂപ്പ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് വയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രീ കൾച്ചേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഞാനിത്
ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ, അതായത് ഇങ്ങനെ ഞാൻ ഒറ്റ ഒരു കാര്യം മാത്രം പറയുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കും. ഞാനിനി എല്ലാ കൾച്ചേഴ്സും ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്താ പറയുക, നിങ്ങൾക്കത് ഡൗട്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇന്ന് സ്ട്രീറ്റ് കൾച്ചർ പഠിക്കാം, എന്നിട്ട് അടുത്ത ദിവസം ലോൺ കൾച്ചർ പഠിക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 10 മിനിറ്റ്സ് ഒക്കെ കൂടുതൽ ആ വീഡിയോ കാണത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രീറ്റ് കൾച്ചറാണ്. അപ്പോൾ ഇനോക്കുലേഷൻ ഓഫ് സ്പെസിമെൻ ഓൺ ടു ദ കൾച്ചർ മീഡിയ is carried out with the help of bacteriological loops and straight wires made of platinum or nichrome wire. അപ്പോൾ നമ്മൾ ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗ്ലാസ് ലൈൻ എടുത്തു, ബാക്ടീരിയനെ അവിടെ ഫിക്സ് ചെയ്യാൻ, അതാണ് ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, നമ്മൾ യൂസ് ചെയ്യുന്നത് ലൂപ്പ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് വയേഴ്സ് വഴിയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് വയേഴ്സ് വഴിയാണ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ലൂപ്സ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് വയേഴ്സ് ആണ്. ഇത് എന്തും കൊണ്ടാണ് മേഡ് ചെയ്തേക്കുന്നത്, പ്ലാറ്റിനം PT ആണ്, പ്ലാറ്റിനം നിക്രോം, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇത് യൂഷ്വലി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്. പ്ലാറ്റിനം കുറച്ച് കോസ്റ്റ്ലി ആണ്, നിക്രോം വയർ കോസ്റ്റ്ലി അല്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നിക്രോം വയറാണ്. ഇതാണ് നിക്രോം വയർ ലൂപ്പ്, ഇതാണ് നിക്രോം സ്ട്രെയിറ്റ് വയർ. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം, വയർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന സാധനം. ഓക്കെ, ഇനി സ്ട്രീക്ക്, ഇതൊരു റൂട്ടീൻ മെത്തേഡാണ്. ഓക്കെ, അതായത് നമുക്കൊരു ബാക്ടീരിയനെ ഐസോലേറ്റ് ചെയ്യാൻ, ഒരു പ്യുവർ കൾച്ചറിൽ നിന്ന് ഒരു ബാക്ടീരിയനെ ഐസോലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാറ്റിനം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ടെസ്റ്റ് ട്യൂബ് നമ്മൾ എടുത്തു, ടെസ്റ്റ് ട്യൂബ് ഓക്കെ, എന്ത് ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തു, അതിലേക്ക് നമ്മൾ ബാക്ടീരിയനെ വെക്കുന്നതാണ് ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ വയേഴ്സ് അല്ലെങ്കിൽ ലൂപ്സ് വഴിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നിക്രോം വയറും ഉണ്ട്, അതുപോലെ തന്നെ പ്ലാറ്റിനും ഉണ്ട്. അപ്പോൾ പ്ലാറ്റിനം എന്ന് പറയുന്നത് യൂഷ്വലി കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് നമ്മൾ നിക്രോം വയറാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പിക്ചറൊക്കെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു നിക്രോം വയർ, പ്ലാറ്റിനം ഓർ നിക്രോം വയർ ലൂപ്പ് ഓഫ് 2 to 4 mm ഇന്റേണൽ ഡയമീറ്റർ ഇസ് യൂസ്ഡ്. അതായത് ഡയമീറ്റർ എന്താണെന്ന് അറിയാലോ, ആ ഒരു 2 to 4 mm ഡയമീറ്ററിലാണ് നമ്മൾ ആ ഒരു ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ലൂപ്പ്, ഇതായിരുന്നു നിക്രോം വയറിൻ്റെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 to 4 mm ആണ്. നിക്രോം വയേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, പ്ലാറ്റിനത്തിന് ഭയങ്കര കോസ്റ്റ്ലി ആണ്, നമുക്ക് അഫോർഡബിൾ അല്ല. ഓക്കെ, ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ലൂപ്പ് ഈസ് ഫസ്റ്റ് സ്റ്റെറിലൈസ്ഡ് ഇൻ ദ ബൺസീൻ ഫ്ലെയിം ബൈ മേക്കിംഗ് ഇറ്റ് റെഡ് ഹോട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഏതാണ് ഈ ഒരു ലൂപ്പില്ലേ, അതായത് ഞാൻ നേരത്തെ കാണിച്ച ലൂപ്പ്, ഫസ്റ്റ് എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെത്തേഡിലേക്ക് കടക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു ലൂപ്പ് നമ്മൾ ഫസ്റ്റ് സ്റ്റെറിലൈസ് ചെയ്യാൻ പോവാണ്. സ്റ്റെറിലൈസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്താ, ഒരു ബൺസീൻ ഫ്ലെയിം എടുത്തു. അപ്പോൾ ഇതാണ് ലൂപ്പ് എന്ന് സങ്കല്പിക്കുക. ഒരു ഫ്ലെയിം എടുത്തിട്ട് നല്ല ചുമപ്പാക്കി, അതായത് നല്ലപോലെ എന്താണ് പറയുന്നത്, ചുമപ്പാക്കി. ഓക്കെ, അതായത് ഒരു റെഡ് ഹോട്ട് അപ്പിയറൻസ് കാണിക്കാൻ വേണ്ടി നല്ലപോലെ ചുവപ്പാക്കി. അതായത് നമ്മളറിയും വയറൊക്കെ ഉരുക്കി കഴിഞ്ഞാൽ നല്ല റെഡ് ഹോട്ടായിട്ട് മാറും, നല്ലപോലെ ചൂടാക്കി, അതുപോലെ തന്നെ റെഡ് കളറാക്കി. ദെൻ കൂൾഡ് ബൈ ടച്ചിങ് ഓൺ അൺഇനോക്കുലേറ്റഡ് പാർട്ട് ഓഫ് ദ മീഡിയം. അതായത് നമ്മളിതിനെ കൂള് ചെയ്തു. നമ്മളെന്താണ്, അതിനെ ഒന്ന് കൂള് ചെയ്തു. അതായത് ഫസ്റ്റ് നല്ലപോലെ ചൂടാക്കി, അത് കഴിഞ്ഞ് നമ്മളതിനെ കൂൾ ചെയ്തു, അതായത് തണുപ്പിച്ചു എന്നാണ് അർത്ഥം. Then a loop full of specimen is smeared onto the surface of a dried plate near the peripheral area. ഇതിനെയാണ് നമ്മൾ പ്രൈമറി ഇനോക്കുലേഷൻ ഓർ ഇനോക്കുലം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു ലൂപ്പിൽ ഫുൾ ഓഫ് സ്പെസിമെൻസ് ആഡ് ചെയ്യാണ്. ഈ സ്മിയേർഡ് ഓൺ ടു ദ സർഫേസ് ഓഫ് ഡ്രൈഡ് പ്ലേറ്റ്, നമ്മളൊരു പ്ലേറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ലൂപ്പ് വെച്ചാണ് ആ ഒരു ബാക്ടീരിയനെ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ ദെൻ ആ ഒരു ലൂപ്പിൽ മൊത്തം നമുക്ക് വേണ്ട സ്പെസിമെൻ ഇല്ലേ, ബാക്ടീരിയ അല്ല, നമ്മൾ എന്താണ്, ഇപ്പോൾ ബ്ലഡാന്ന് വെക്കുക, ബ്ലഡ് ഫുള്ളും നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഓക്കെ, അത്രയാണ്. എന്ത് യൂസ് ചെയ്തിട്ടാണ്, നിക്രോം ലൂപ്പ് വഴി യൂസ് ചെയ്തിട്ടാണ്. ഫ്രം ദ പ്രൈമറി ഇനോക്കുലേഷൻ ഇറ്റ് ഈസ് സ്പ്രെഡ് തിൻലി ഓവർ ദ പ്ലേറ്റ് ബൈ സ്ട്രീക്കിംഗ് വിത്തിൻ ദ ലൂപ്പ് ഇൻ പാരലൽ ലൈൻസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ
ഇതെങ്ങനെ ഇട്ടേന്നറിയോ? ഇങ്ങനെ പാരലൽ ആയിട്ടുള്ള ലൈൻസ് വഴിയാണ് അത് എന്താണ് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ആ ഒരു സ്പെസിമെൻ ഇട്ടത്. ഓക്കെ, ആൻഡ് ഇതാണ് ആ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇതാണ് പ്രൈമറി ഇനോക്കുലം. ഇത് സിമ്പിൾ ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അതിലേക്ക് നിക്രോം വയർ വെച്ച് നമ്മൾ അതിലേക്ക് ഇട്ടു. അത് നമ്മൾ ഇങ്ങനെ പാരൽ ലൈൻസ് ആയിട്ട് അത് ആക്കി. ഇതിനെയാണ് നമ്മൾ ഈ ഒരു പോർഷനെ നമ്മൾ എന്തെന്ന് പറയുന്നറിയോ? ഇതാണ് പ്രൈമറി ഇനോക്കുലം. എന്താണ് പ്രൈമറി ഇനോക്കുലം? അതായത് ഇതാണ് പ്രൈമറി ഇനോക്കുലം. അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ആ ഒരു പ്രൈമറി ഇനോക്കുലത്തിനെ ആ ലൂപ്പ് വെച്ച് ഇട്ടു. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ലൂപ്പ് നല്ലപോലെ ചൂടാക്കി എന്നിട്ട് തണുപ്പിച്ചു. എന്നിട്ട് ആ ഒരു ലൂപ്പിലേക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സാധനം ഇട്ടു. എന്നിട്ട് ആ സാധനം എന്താ ഗ്ലാസ് പ്ലേറ്റിലേക്ക് ഇങ്ങനെ ചുമ്മിട്ടു. അത് കഴിഞ്ഞിട്ട് എന്താ അതിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ പാരലൽ ലൈൻസ് ആയിട്ട് മാറ്റി. ഓക്കെ, again heated. നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാരലൽ ലൈൻസ് ഇല്ലേ, ഈ ഒരു പാരലൽ ലൈൻസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ട ആ ഒരു സാധനം ഇല്ലേ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച സാധനം ഇല്ലേ, നമ്മൾ ആദ്യം ഹീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂൾ ചെയ്തു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്തു. നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുക. മനസ്സിലാക്കാൻ കുറച്ച് കൺഫ്യൂഷൻ ആണോ? അല്ല. ഫസ്റ്റ് നമ്മൾ നമുക്ക് പെൻ യൂസ് ചെയ്യാം. നമ്മൾ എടുത്തു, അതായത് നിക്രോം വയർ വെച്ച് നമ്മൾ അതിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ പാരലാക്കി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തേച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അതിനെ ചൂടാക്കി എന്നിട്ട് തണുപ്പിച്ചു. എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് അങ്ങനെ ആക്കി. പിന്നെ നമ്മൾ എന്താ ഇതിനെ ചൂടാക്കി തണുപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇങ്ങനെ 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 ചെയ്തു, ചൂടാക്കി തണുപ്പിച്ചു, പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു, ചൂടാക്കി തണുപ്പിച്ചു, ഇങ്ങനെ ഇങ്ങനെ ചെയ്തു, ചൂടാക്കി തണുപ്പിച്ചു, ഇങ്ങനെ പാരലായിട്ട് ചൂടാക്കി തണുപ്പിച്ചു. എന്നിട്ട് 24 hours 37 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തു. ഓക്കെ, ഇൻക്യുബേഷൻ അറിയാലോ. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ 24 hours 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്തു. വി ക്യാൻ സെപ്പറേറ്റ് ദ കോളനീസ് ഈസിലി. അപ്പോൾ അതുവഴി നമുക്ക് കോളനീസ് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ഒരു സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ ആ ഒരു നിക്രോം ലൂപ്പ് ഹീറ്റ് ചെയ്തു. ഓക്കെ, അതായത് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ നമുക്ക് ഇവിടെ എന്താ സിംഗിൾ ഐസൊലേറ്റഡ് കോളനീസ് കിട്ടും. അതായത് ഇവിടെ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു സാമ്പിൾ ടെസ്റ്റ് ട്യൂബ് എടുത്തു. എന്നിട്ട് നിക്രോം വയർ വഴി നമ്മൾ ആ ഒരു സാമ്പിൾ ആ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇനോക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ 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 സ്ട്രീക്സ് പോലെ, അതായത് ചൂടാക്കി കൂൾ ചെയ്തു, ചൂടാക്കി കൂൾ ചെയ്തു, എന്നിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഐസൊലേറ്റ് ആയിട്ടുള്ള കോളനീസ് നമുക്ക് കിട്ടും. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒന്നോടെ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫസ്റ്റ് ഇതാണ് ബ്ലഡ് എന്ന് വെക്കുക. ഇത് ബ്ലഡ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സാമ്പിൾ ഇതെന്താണ് നിക്രോം വയർ വെച്ച് നമ്മൾ അതിനു മുമ്പ് ഈ നിക്രോം വയർ നമ്മൾ ചൂടാക്കി എന്നിട്ട് തണുപ്പിച്ചു. എന്നിട്ട് അത് വെച്ച് നമ്മൾ ആ ഒരു സാമ്പിൾ എടുത്തു. അത്രയും ഓക്കെ ആയല്ലോ. എന്നിട്ട് ഒരു ഗ്ലാസ് സ്ലൈഡിൽ ആ ഒരു സാമ്പിൾ അവിടെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ 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 നമ്മളങ്ങ് ഒരു പാരൽ ലൈൻസ് ആയിട്ട് ഇങ്ങനെ തേച്ചു. എന്നിട്ട് ഇതെന്താ ചൂടാക്കി എന്നിട്ട് തണുപ്പിച്ചു. എന്നിട്ട് പിന്നെ ചൂടാക്കി അത് പിന്നെ ഇങ്ങനെ ആക്കി, ഇത് ചൂടാക്കി തണുപ്പിച്ചു. ഇങ്ങനെ സ്ട്രീക്സ് പോലെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്നിട്ട് ഇത് 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് ഉള്ള കോളനീസ് നമുക്ക് കിട്ടും.
അപ്പോൾ അത്രേ ഉള്ളൂ സ്ട്രീറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാളെ ലോൺ കൾച്ചർ എന്താണ്, അതുപോലെ തന്നെ സ്റ്റാഫ് കൾച്ചർ എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു സോ മച്ച്.